കണ്ണൂർ സർവകലാശാല സാഹിത്യോത്സവത്തിൽ ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രബീർ പുരകായസ്ഥയെ മുഖ്യാതിഥിയാക്കിയതിൽ വിശദീകരണം തേടി. സ്റ്റുഡന്റ് ഡീനോട് വൈസ് ചാൻസലറാണ് വിശദീകരണം തേടിയത്. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും നിഖിൽ എ ചേരുന്നു. നിഖിൽ, UAPA ചുമത്തി എന്ന ഒറ്റ കാരണം കൊണ്ടാണോ ഇപ്പോൾ വിശദീകരണം ചോദിച്ചിരിക്കുന്നത്? ഇത് വലിയ വിവാദമാകുകയാണോ ഇപ്പോൾ? ലക്ഷ്മി പത്മ, ഇത് വിവാദത്തിലേക്ക് പോകുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ 11-ാം തീയതി മുതൽ 13 വരെയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ 2ാം പതിപ്പ് കണ്ണൂർ സർവകലാശാല താവക്കര ക്യാമ്പസിൽ നടന്നത്. ഈ പരിപാടിയുടെ ഉദ്ഘാടന പരിപാടിയിൽ മുഖ്യാതിഥിയായി പ്രബീർ പുരകായസ്ഥ പങ്കെടുത്തതിലാണ് ഇപ്പോൾ VC ഒരു അതൃപ്തി രേഖപ്പെടുത്തുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് സ്റ്റുഡന്റ് ഡീനിനോട് വിശദീകരണം ചോദിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർവകലാശാല സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നേരത്തെ ഒരു പ്രമുഖ സിനിമാ താരത്തെയാണ് മുഖ്യാതിഥിയായി കണ്ടിരുന്നത്. എന്നാൽ ഇവരെ മാറ്റി പിന്നീട് പ്രബീർ പുരകായസ്ഥയെ പങ്കെടുപ്പിച്ചു എന്നതാണ് VCയുടെ ഇക്കാര്യത്തിലുള്ള ഒരു പരാതിയായി വരുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ നിന്നും VC വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. UAPA നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ പ്രബീർ പുരകായസ്ഥയെ മുഖ്യാതിഥിയാക്കിയതിൽ VCക്ക് പ്രതിഷേധമുണ്ടായിരുന്നു. ഈ പ്രതിഷേധമാണ് ഈ വിട്ടുനിൽക്കലിലൂടെ രേഖപ്പെടുത്തിയതെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് മാറി നിന്നത് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ VC വിദ്യാർത്ഥി ക്ഷേമകാര്യ ഡയറക്ടർ ഡോക്ടർ നഫീസ ബേബിയോട് വിശദീകരണം തേടിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇക്കാര്യങ്ങൾ അറിയിച്ചില്ല എന്നുള്ളതാണ് VCയുടെ ഒരു വാദം. 11-ാം തീയതി, അതായത് ഉദ്ഘാടന പരിപാടി നടന്ന 11-ാം തീയതി ഉച്ചയോടുകൂടി മാത്രമാണ് പ്രബീർ പുരകായസ്ഥ മുഖ്യാതിഥിയായി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കാര്യം തന്നെ അറിയിച്ചത് എന്നാണ് VCയുടെ വാദം. എന്നാൽ ഈ പരിപാടിയുടെ സംഘാടകർ പൂർണ്ണമായും വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഒരു പരിപാടിയായിരുന്നു. വിദ്യാർത്ഥി യൂണിയനാണ് കണ്ണൂർ സർവകലാശാലയുടെ ഈ KULF എന്ന പേരിലുള്ള ഈ സാഹിത്യോത്സവം പൂർണ്ണമായും സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ സംഘാടകരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് പ്രബീർ പുരകായസ്ഥ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. അതുപ്രകാരം അതിന്റെ പോസ്റ്ററുകൾ ഉൾപ്പെടെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് വ്യക്തവുമാണ്. നവംബർ 19-ാം തീയതി തന്നെ ഇക്കാര്യത്തിൽ പ്രബീർ പുരകായസ്ഥ ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്ന് കാണിച്ച് ഈ സംഘാടകർ പുറത്തിറക്കിയ പോസ്റ്ററുണ്ട്. ആ പോസ്റ്ററും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ച ഒരു അതിഥിയല്ല അദ്ദേഹം എന്നതാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന് പിന്നിലെ താല്പര്യങ്ങൾ എന്താണ്, VCയെ ചൊടിപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് എന്തായാലും ഈ ചർച്ചകൾ പോകുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഈ പ്രബീർ പുരകായസ്ഥയെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. ഈ കേന്ദ്ര സർക്കാരിനെതിരെ, BJP സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ കാണേണ്ടിയിരിക്കുന്നു. മാത്രമല്ല എല്ലാ കാലത്തും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ഒരു എഴുത്തുകാരൻ ഉൾപ്പെടെ അങ്ങനെ കൂടി അദ്ദേഹത്തെ നമ്മൾ കാണേണ്ടതുണ്ട്. ഈ KK സാജു എന്ന് പറയുന്ന കണ്ണൂർ VCയുടെ നിയമനം അതും വലിയ രീതിയിലുള്ള ചർച്ചയായതാണ്. ഗവർണർ നേരിട്ട് നിയമിച്ച VCയാണ് കണ്ണൂർ സർവകലാശാലയിൽ KK സാജു എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില രാഷ്ട്രീയ കാര്യങ്ങൾ ഇതിൽ തീർച്ചയായും അടുത്ത ഘട്ടങ്ങളിൽ ചർച്ചയായി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊന്ന്, ഈ ഘട്ടത്തിൽ ഇങ്ങനെ വിശദീകരണം ചോദിക്കുമ്പോൾ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയമായി നിൽക്കുന്ന ഒരു കാര്യം, UAPA കുറ്റം നേരത്തെ ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം വസ്തുതയാണ്. പക്ഷേ ആ UAPA കുറ്റം കോടതി തന്നെ റദ്ദാക്കുന്ന ഒരു നിലയുണ്ടായതാണ്. അതിനുശേഷം അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്നതിൽ എന്താണ് ഒരു തെറ്റ് എന്ന കാര്യത്തിലാണ് ഇനിയൊരു വ്യക്തത. അത് VCയാണ് വരുത്തേണ്ടത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് അക്കാര്യത്തിൽ ഇനി ഉണ്ടാകേണ്ടത്. ഈ ചൈനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചൈനയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ ഇത്തരം ചില വിഘടനവാദം വളർത്തുന്നതിന് വേണ്ടി ഉൾപ്പെടെ ഇദ്ദേഹം പ്രവർത്തിച്ചു തുടങ്ങിയ കാര്യങ്ങളായിരുന്നു അന്ന് ആരോപിച്ചിട്ടുണ്ടായിരുന്നത്. അത് വലിയ വിവാദമാവുകയും ചെയ്തതാണ്. പക്ഷേ അങ്ങനെ ന്യൂസ് ക്ലിക്കിൻ്റെ ആസ്ഥാനത്തും ഒപ്പം തന്നെ ഈ പ്രബീർ പുരകായസ്ഥയുടെ ഉൾപ്പെടെയുള്ള ആളുകളുടെ വീടുകളിലുമൊക്കെ റെയ്ഡ് നടത്തുകയും പുലർച്ചെ ഡൽഹി പോലീസ് റെയ്ഡ് നടത്തുകയും ഫോണുകളും കമ്പ്യൂട്ടറുകളും എല്ലാം പിടിച്ചെടുക്കുകയും ചെയ്യുകയും അതൊക്കെ വലിയ വാർത്തയായതാണ്. അതിന് പിന്നാലെ പിന്നീട് 14 ദിവസത്തോളം ജയിലിൽ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് കോടതി ഇടപെടലിലൂടെ പുറത്തു വരുന്നു. UAPA കുറ്റം റദ്ദാക്കപ്പെടുന്നു. ഇതൊക്കെ കഴിഞ്ഞ വിഷയങ്ങളാണ്. അതിനുശേഷം എങ്ങനെയാണ് ഇദ്ദേഹത്തെ കണ്ണൂർ സർവകലാശാലയുടെ ഈ സാഹിത്യോത്സവത്തിൽ പങ്കെടുപ്പിച്ചതിൽ VCക്ക് ഒരു വിമുഖത വരുന്നത് അല്ലെങ്കിൽ ഒരു നീരസം ഉണ്ടാകുന്നത് എന്ന കാര്യമാണ്. അത് തീർച്ചയായും VC തന്നെയാണ് എന്തുകൊണ്ട് ഇങ്ങനൊരു വിശദീകരണം തേടിയെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത്. ഏതായാലും ഇത് വലിയ വിവാദമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്തരത്തിൽ ഭരണകൂടത്തിനെതിരെ പ്രതികരിക്കുന്നവർക്കെതിരെ ചുമത്തപ്പെടുന്ന കേസുകൾ, അത്തരത്തിലുള്ള കേസുകൾ നടപടികളിലൂടെയൊക്കെ പോകുന്ന ആളുകൾ ഒരു സാഹിത്യോത്സവത്തിനോ സിനിമോത്സവത്തിനോ ഒന്നും പങ്കെടുക്കുന്നത് പുത്തരിയല്ല. അത്തരത്തിലുള്ള പ്രവണതകൾ കാണാറുണ്ട്. അത്തരം ആളുകളാണ് കൂടുതലായും അതിഥികളായൊക്കെ എത്തുന്നതും. എന്നിട്ടും പ്രബീർ പുരകായസ്ഥയെ അതിഥിയാക്കിയതിൽ വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് ഇപ്പോൾ കണ്ണൂർ വൈസ് ചാൻസലർ.
ഈ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഇപ്പോൾ വിശദീകരണം ചോദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. അദ്ദേഹത്തിനെതിരായ UAPA പിൻവലിക്കപ്പെട്ടിട്ട് കൂടിയും അദ്ദേഹം ഒരു മോദി വിമർശകനാണ്, കേന്ദ്ര വിമർശകനാണ് എന്നത് തന്നെയാകാം വൈസ് ചാൻസലറെ ചോദിപ്പിച്ചിരിക്കുന്നത്. കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.